നിങ്ങളെല്ലാവരും ചെയ്യുന്നത്. നാളെ അല്ലാഹു തആല ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്തു പറയാനുണ്ട് എന്ന ഒരു ബേജാറ്, ഒരു വേവലാതി നമ്മുടെ കൽബിലുണ്ടാകണം. ഈ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും വാട്സപ്പിൽ, നമ്മളെല്ലാവരും ഈ അടുത്ത ദിവസം വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം കണ്ട ഒരു വീഡിയോ, കർണാടകക്കാരനായ ഒരു ഉസ്താദ് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. വുളൂഇലായി ഖിബിലക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ മഹോന്നതമായ വചനങ്ങൾ വിളിക്കുന്നതിന്റെ ഇടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹു ആകുന്ന സൃഷ്ടാവിന്റെ അള്ളാഹു ആകുന്ന റബ്ബിലുള്ള വിശ്വാസത്തെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസത്തെയും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു മനുഷ്യൻ. നമ്മുടെയൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വന്നപ്പോൾ നമ്മളിങ്ങനെ തള്ളി നീക്കി വിട്ടു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മരണമല്ലേ? വുളൂഓടുകൂടിയുള്ള മരണം, ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ടുള്ള മരണം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഷഹാദത്ത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മരണം. അതാഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരാൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതല്ലേ? ഖിബിലയ്ക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈമാനോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകുന്ന രക്ഷിതാവിന്റെ മഹത്വത്തെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു കാഴ്ചയാണ്, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു സമയം, അത് ഈമാനോടുകൂടി മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയം വുളൂഇലായി പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങാനും ഷഹാദത്ത് ഉച്ചരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മരണമല്ലേ? ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എത്രയോ തവണ അള്ളാഹുവിന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ. അതുപോലെ ആ ഉസ്താദ് എത്രയോ മൗലിദ് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ മദ്ഹ് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ ഖൈറാത്തുകൾ ചെയ്ത മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദേഹം ചെയ്ത മാലയും മൗലിദും ദിക്റും സ്വലാത്തും അതിന്റെ മജ്ലിസും ഒക്കെ തെറ്റായിരുന്നുവെങ്കിൽ, മോശമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന് ലഭിക്കുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ സൗഭാഗ്യങ്ങളോടെ ഈമാനോടെ മരിച്ചു പോകുന്ന മുൻഗാമികളെ നമ്മൾ കാണുന്നു. ജീവിതത്തിൽ ഹബീബായ നബി തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലി, മൗലിദ് ചൊല്ലി, ദിക്റു ചൊല്ലി, മാല ചൊല്ലി മുൻഗാമികൾ ജീവിച്ച മാർഗത്തിൽ ജീവിച്ചവർ എത്രയോ ഈമാനോടെ മടങ്ങിപ്പോകുന്നു. ആ ഈമാനിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തി ഏതെങ്കിലും ഒരാൾ ഈമാനോടെ മരിച്ച ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ മുൻഗാമികളുടെ മാർഗം മുറുകെ പിടിച്ചു ജീവിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദിക്റും സ്വലാത്തുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും മാലകളും മൗലിദുകളും ഒക്കെ ചൊല്ലിയ മനുഷ്യനാണ്. തൗഹീദിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വുളൂഇലായി ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. നമുക്കൊക്കെ മരണം ആ സമയം ഈമാൻ സലാമത്തായി കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാകണം. വളരെയേറെ സങ്കടം തോന്നിയത് 2 ദിവസം മുമ്പ് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിലുള്ളത് നിങ്ങളൊക്കെ പലപ്പോഴും പല ഗ്രൂപ്പുകളിൽ കണ്ടിട്ടുണ്ടാകും. ആ മെസ്സേജിലുള്ള സംഭവം, നമ്മുടെ പള്ളിയിൽ നടക്കുന്ന വെള്ളിയാഴ്ച സ്വലാത്തിൽ, വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് നടക്കാറുണ്ട്. അത് നല്ല ഇജാബത്തുള്ള മജ്ലിസാണ്. അത് ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ടോ ഞാൻ ദ്വാരക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഈ മജ്ലിസ് എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടും അത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളുടെ പവർ കൊണ്ടുമാണ്. അല്ലാതെ നമുക്കാർക്കും ഒരു പവറുള്ള ആളുകളല്ല. ആ സ്വലാത്തിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു. ആ സ്വലാത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ് അഗ്ഫിനാ യാ റസൂല റബ്ബിൽ ആലമീൻ എന്ന് വിളിക്കുന്നുണ്ട്. ആ സ്വലാത്തിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ, ഞങ്ങളെ കൈപിടിക്കണമേ എന്ന് ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്. ഇതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്. ഞാൻ ആലോചിച്ചു പോയി, ഈ പള്ളിയിൽ സ്വലാത്ത് തുടങ്ങിയത് ഞാൻ വന്നിട്ടല്ല, എത്രയോ കാലം മുമ്പ് ഈ പള്ളികളിൽ ഇരുന്ന് സ്വലാത്ത് ചൊല്ലി എത്രയോ നല്ല മുഅ്മിനീങ്ങളില്ലേ, ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരില്ലേ, ഈ മിഹ്റാബിൽ നിന്ന് ഇതിനൊക്കെ നേതൃത്വം നൽകി എത്രയോ മഹാന്മാരായ സാലിഹീങ്ങളായ നിങ്ങളൊക്കെ ഇന്നും ആദരിക്കുന്ന മഹത്തുക്കളായ മനുഷ്യരില്ലേ, ഇത് ഈ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി വന്നുകൂടിയ മുഅ്മിനീങ്ങളില്ലേ, ഇവരെയൊക്കെയും അറിവില്ലായ്മ കൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമായ പ്രയോഗമാണെന്ന്, മുശ്രിക്കും കാഫിറുമാക്കി തള്ളിക്കളയുന്ന അത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ദീനിനെ കുറിച്ച് ശരിയായി പഠിക്കണം.